കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടുവിന്റെ തിരോധാന കേസ് സിബിഐക്ക് വിടാൻ തീരുമാനം. ബന്ധുക്കളുടെ ആവശ്യപ്രകാരം അന്വേഷണ സംഘം പോലീസ് മേധാവിക്ക് ശുപാർശ നൽകി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, മാമിയെന്ന മുഹമ്മദ് ആട്ടുവിന്റെ തിരോധാനത്തിന് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് മാറി വന്ന അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സിബിഐ അന്വേഷണം എന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കുടുംബത്തിന്റെ ആവശ്യത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായിട്ട് ഒരു വർഷം കഴിഞ്ഞതൊക്കെ തന്നെയും മാധ്യമങ്ങളിലൊക്കെ വലിയൊരു വാർത്തയായ സംഭവമാണ്. ഇതിനെതിരെ ഈ കേസിന്റെ അന്വേഷണ തുടക്കത്തിൽ തന്നെ കുടുംബം തങ്ങൾ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ തൃപ്തിയില്ല, അന്വേഷണം കൃത്യമായ രീതിയിലല്ല നടക്കുന്നത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ഒരു വർഷം മുൻപ് കോഴിക്കോട് നഗരമധ്യത്തിൽ വെച്ച് ഒരാളെ കാണാതാവുന്നു. അതും CCTV ഉൾപ്പെടെയുള്ള സാങ്കേതിക തെളിവുകൾ ലഭ്യമാകാനുള്ള സാധ്യതയുള്ള സ്ഥലത്തു നിന്നാണ് ഈ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതാവുന്നത്. എന്നിട്ടും കേസ് അന്വേഷണ സംഘത്തിന് യാതൊരു തരത്തിലുള്ള സാങ്കേതിക തെളിവുകൾ ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരുന്നത്. തുടർന്ന് ഈ കേസ് അന്വേഷണം ഒരു വർഷത്തോളം നീണ്ടുപോയി. കുടുംബം തെരുവിൽ പ്രതിഷേധവുമായൊക്കെ രംഗത്തെത്തിയ ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഈ സമയത്താണ് അന്വേഷണ സംഘം തന്നെ ഇപ്പോൾ ഈ കേസ് CBIക്ക് കൈമാറാമെന്നൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. നടക്കാവ് പോലീസ് ആയിരുന്നു ആദ്യം ഈ കേസിന്റെ അന്വേഷണ ചുമതല ഉണ്ടായത്. പിന്നീട് നേരിട്ട് മലപ്പുറം SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കുവാൻ ചുമതല. പറഞ്ഞതുപോലെ തന്നെ രാജ്പാൽ മേളിൽ നിന്ന് പിന്നീട് ശശിധരനിലേക്ക് അന്വേഷണം പോകുന്നു. ഇവിടെയൊക്കെയും ഈ കേസ് വെട്ടിമറിക്കാൻ MR അജിത് കുമാറിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനവും ഈ അടുത്ത സമയത്ത് ഉയർന്നു വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ CBI അന്വേഷണം എന്നത് അതീവ നിർണായകമായ ഒരു തീരുമാനം തന്നെയാണല്ലേ? തീർച്ചയായും KP സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നീടാണ് ഈ നിലമ്പൂർ MLAയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിൽ വലിയൊരു വെളിപ്പെടുത്തൽ ഉണ്ടാവുന്നത്. ഈ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വലിയൊരു തരത്തിലുള്ള പോലീസ് അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തലുണ്ടായത്. ഇതിന്റെയൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കുടുംബം ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. ഈ ആവശ്യമാണ് ഇപ്പോൾ നടപ്പാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസ് CBIക്ക് കൈമാറും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. KP ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.